ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോകുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. ഓക്കെ, പോകുന്ന വഴിക്കുള്ള എന്താണ് കാഴ്ചകളും ദൃശ്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഹായ്, നമ്മളിപ്പോൾ കാറിലോട്ട് പോവാണ്. ബാഗ് എടുത്ത് പോവാം. ഗൈസ്, നമ്മൾ വണ്ടി കയറി പോവാൻ നോക്കുവാണ്. നമ്മൾ റോഡിലൂടെ പോവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചിറക്കുനിന്ന് ബൈപ്പാസ് റോഡിലോട്ട് കയറിയാണ്. രണ്ട് വശത്തും നിറയെ കണ്ടൽക്കാടുകളും പിന്നെ അതൊരു പുഴയും ഒക്കെ ഉള്ള നല്ല വ്യൂ ഉള്ളൊരു ബൈപ്പാസ് റോഡാണ് ഇത്. നമ്മളിപ്പോൾ വടകര ടൗണിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ട് 6:30 ആവാൻ പോകുന്നു. കുറച്ച് സമയം ഉറങ്ങി. നമ്മളിപ്പോൾ കൊടുവള്ളി നാഷണൽ ഹൈവേയിലൂടെ പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് റോഡിലൂടെ പോവുകയാണ്. നിറയെ കുറേ ലൈറ്റ്സുകളും പിന്നെ ഫ്ലാഗ്സിലെ ലൈറ്റൊക്കെ കൂടി നല്ല പ്ലേസാണ് ഇതിലൂടെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഡിജിറ്റൽ ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഞാനെന്ത് ചെയ്യും, ആദ്യമായിട്ടാണോ ഡിജിറ്റൽ ടവർ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ ചെറിയ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ആയിപ്പോയി. പിന്നെ നമ്മൾ തിരിച്ച് പിന്നെയും പോവാണ് കേട്ടോ. വാഹനങ്ങളുടെ ലൈറ്റ്സും പിന്നെ വേറെ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന ലൈറ്റും പിന്നെ വേറെ കുറേ ഫ്ലാഗ്സും അങ്ങനത്തുള്ള ഒരുപാട് പിന്നെ ലൈറ്റ്സും ഒക്കെ കൂടി എന്ത് ഭംഗിയല്ല ഇതിലൂടെ പോകാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ ലൈറ്റുകളാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴ പാലമാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഇതിനപ്പുറത്തായിട്ടൊരു പാലം കാണാം. അതാണ് ഭാരതപ്പുഴ പാലം. അതിനപ്പുറത്തായിട്ടാണ് ഭാരതപ്പുഴ വരുന്നത്.
ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഹോട്ടൽ ഭക്ഷണം കഴിച്ചു. അപ്പം നമ്മൾ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി യാത്ര തുടങ്ങിയാണ്. നമുക്ക് ബാക്കി യാത്ര തുടരുക. ഒരു ഉഷാറുണ്ട്. കാറിലോട്ട് പോവാം. കുറച്ചിപ്പോൾ ഉഷാർ വന്നു. ഇത്രയും നേരം എത്താൻ വേണ്ടിയിട്ട് 30 കിലോമീറ്ററാണ് ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബൈപ്പാസ് റോഡിലാണ്. ഗുരുവായൂരെത്താൻ വേണ്ടിയിട്ട് 20 കിലോമീറ്റർ ആണ് ബാക്കിയുള്ളത്. 20 കിലോമീറ്റർ കൂടി കഴിഞ്ഞു കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂർ എത്താറായി. 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2 കിലോമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഗുരുവായൂരെത്താൻ വെറും 1 കിലോമീറ്റർ ഓൺലി ബാക്കി. അപ്പോൾ ഇനി ഗുരുവായൂരെത്താൻ വെറും 1 കിലോമീറ്റർ മാത്രം. ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂർ എത്താറായി. ഗുരുവായൂർ അമ്പലം എത്താറായി ഗൈസ്. നമ്മൾ ഗുരുവായൂർ അമ്പലം എത്താനായി കാത്തിരിക്കുകയാണ്. ഇനി 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി 1 കിലോമീറ്റർ ഇല്ല, 900 മീറ്റർ മാത്രം. അപ്പോൾ നമ്മളിവിടെ ഒരു റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഗൈസ് നമ്മളിപ്പോൾ റൂമിലാണുള്ളത്. ഇപ്പം കിടന്നിട്ടാണുള്ളത്. എല്ലാവരും AC ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലാണുള്ളത്. രാത്രി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉറങ്ങാനൊന്നും കഴിയില്ല. ഇപ്പം സമയം 11:46. നാളെ രാവിലെ 1 മണിക്ക് എണീക്കാം. നാളെ പുലർച്ചയ്ക്കാണ് ദർശനം. പുലർച്ചയ്ക്കാണ് ദർശനോട് 1 മണിക്ക് എണീക്കണം. അപ്പം നമുക്ക് നമ്മൾ കിടക്കുന്നതാണ്. രാവിലെ ബാക്കി വീഡിയോ. ഓക്കെ, നമുക്കൊരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ട്രാൻസ്ലേഷൻ വീഡിയോ പോലെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി ഇപ്പോൾ നമുക്ക് ദർശനത്തിന് പോകണം. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ഫോണ്, ക്യാമറ അങ്ങനെയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസം പോയ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണിത്. ഗുരുവായൂർ പോയി വന്ന ശേഷം ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൃശ്ശൂർ പൂരം നടക്കുന്ന ഗ്രൗണ്ടും അതൊക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്നും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.